ഹലോ ഏട്ടാ. ആ ആ ആ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു അല്ലേ? എപ്പോഴാണ്? ഫെബ്രുവരിയിലാ? ഫെബ്രുവരി അപ്പോൾ ഫെബ്രുവരി 15 അല്ല, അന്ന് നിങ്ങൾ പറഞ്ഞ ഫെബ്രുവരി 20 എന്നൊക്കെയല്ലേ പറഞ്ഞ? 15 കിട്ടിയ ലീവ്. ആ ശരി ശരി ശരി. അത് നമ്മുടെ അടുത്ത വീട്ടിലത്തെ കുട്ടമാമനില്ലേ, കുട്ടമാമൻ്റെ മകളുടെ കല്യാണമാണേ. അപ്പോൾ അതിന് ഒരു സാരി, പുതിയ സാരി, നല്ല പട്ട് സാരി എടുത്തോളേ. പിന്നെ പിള്ളേർക്കും അതിൻ്റെ മാച്ചായിട്ട് ഡ്രസ്സുകൾ എടുക്കണം കേട്ടോ. പിള്ളേർക്കൊക്കെ ചുരിദാറോ എടുക്കേ. പിന്നെ 2-3 വർഷമായില്ലേ വന്നിട്ട്. അപ്പോൾ എനിക്കൊരു മാല എടുക്കണം, അതിൽ ലോക്കറ്റുള്ളത് എടുക്കുക ഫാഷനായിട്ട്. പിന്നെ പിള്ളേർക്ക് മാല, കമ്മൽ, വള, പിന്നെ ഞങ്ങൾക്കൊക്കെ ചെരുപ്പ്, പിന്നെ ഇത്തിരി ബദാമ്പ് വേണം കേട്ടോളേ. ബദാമ്പും പിസ്ത അതൊക്കെ വേണേ. അതൊക്കെ വാങ്ങിക്കോളീൻ. പിന്നെന്താണ്, ഇപ്പോൾ പോയിട്ട് 3 വർഷമായില്ലേ? 3 വർഷമായില്ലേ? അപ്പോൾ ഞങ്ങളൊരു പണി ചെയ്യും, 3 വർഷമായിട്ട് വരുമല്ലേ, അത് എൻ്റെ പേരിൽ കാർഗോ അയക്കും. നിങ്ങൾ നേരെ എയർപോർട്ടിൽ വന്നിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാരില്ലേ, ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിരിക്കണം, താന്ന ഉദ്യോഗസ്ഥന്മാർ വയ്ക്കാം. ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ്റെ ചെകിട്ടത്ത് 2 ചെകിടത്ത് ആഞ്ഞാഞ്ഞ് കൊടുത്തോളേ. ഇട്ട് നേരെ ജയിലിൽ പോവുക. കാരണം ഒരു ദിവസം ഏട്ടാ 560 രൂപ കൂലിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ 3 വർഷം പണിയെടുത്താൽ കിട്ടുന്നതിന് കാട്ടി ഇവിടെ കൂടുതൽ കിട്ടും. ചിലവില്ലല്ലോ, ചിലവ് ഇവിടെ തരില്ലേ. പിന്നെ എന്താണ് പറയുക, ചിക്കൻ, മീൻ, ബീഫ്, മുട്ട, ബിരിയാണി എല്ലാം ഉണ്ട് ഫുഡ്. അപ്പം നേരെ ഇവിടെ വരും. പിന്നെ 3 വർഷം അവിടെ പോയിരുന്നാലും ഞങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ട. ഇതാകുമ്പോൾ എനിക്ക് മാസത്തിലൊരിക്കൽ നിങ്ങളുടെ നേരിൽ വന്നിട്ട് നിങ്ങളെ കാണുകയും ചെയ്യുക. പരോള് കിട്ടും, ഒക്കെ കിട്ടും. എത്ര വലിയ തെറ്റ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ പരോള് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടേക്ക് വരിയിട്ടുള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ എൻ്റെ പേരിൽ പാക്ക് ചെയ്തിട്ട് അയച്ചിട്ട് നേരെ ഞാൻ പറഞ്ഞ മാതിരി വലിയ ഉദ്യോഗസ്ഥനാവണം കേട്ടോളേ. 2 ചേർത്ത് മാറിക്കൊടുത്തോളേ. അപ്പോൾ അങ്ങനെ ചെയ്യും. സാധനങ്ങൾ ഇങ്ങോട്ട് വരട്ടെ, എനിക്ക് കുട്ടമാമൻ്റെ മകളുടെ കല്യാണത്തിന് പോകണം. അപ്പോൾ ശരി, ഞാനെന്നാൽ ഇനി അടുത്ത് നമ്മൾ കാണുന്നത് വിയ്യൂർ ജയിലിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കേ.